ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. പ്രഷർ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സെമി ഗ്രേവി ടൈപ്പുള്ളൊരു കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 kg ചിക്കൻ വെച്ചിട്ടാണ് ഞാനിന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 വലിയ സവോളയും ഒരു 10-12 ചുവന്നുള്ളിയും ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് ഒരു സവോളയും ചുവന്നുള്ളിയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. ബാക്കിയുള്ള 2 സവോള നീളത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ അരയ്ക്കാനെടുക്കുന്ന സവോളയുടെ കൂടെ തന്നെ 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു 8-10 വെളുത്തുള്ളിയുമാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും കല്ലിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അടുത്തതായിട്ട് നമ്മളൊരു പ്രഷർ കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1-2 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഈ നേരം കൊണ്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ മാറ്റി വെച്ച് നമ്മളിത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റിയൊക്കെ നന്നായിട്ടങ്ങ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വേണമെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ എണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി എടുക്കുമ്പോൾ നല്ല ഹീപ്പായിട്ട് തന്നെ സ്പൂണിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ മുളക് പൊടിയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചിക്കൻ മസാല കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള പൊടികളുടെ അത്രയും നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ നമ്മൾ മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി അരച്ചത് ഒട്ടും വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മുടെ ജാറൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു 4-5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ ആ ഒരു പച്ച മണം ഒന്ന് ജസ്റ്റ് മാറി തുടങ്ങുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. ഉള്ളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ ഇത് വീണ്ടും കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടി പിടിക്കാതിരിക്കാനായിട്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സവോള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തതായിരുന്നു. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ചിക്കൻ കഴുകുമ്പോൾ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി ഈ ചിക്കൻ്റെ പീസസിലെല്ലാം ഈ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാല നന്നായിട്ടൊന്ന് കോട്ടാവുന്നത് വരെ കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു മസാലയ്ക്കകത്ത് നമ്മുടെ ചിക്കൻ പീസസ് കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കറി. പക്ഷെ നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസിലെല്ലാം ഈ മസാല നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി ഗ്രേവിയുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചതിന് ശേഷം കറക്റ്റ് 1 വിസിൽ ആവുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 1 വിസിലിൽ കൂടുതൽ കുക്ക് ചെയ്യരുത്, നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് പോകും. നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാധാരണ യൂസ് ചെയ്യുന്ന ബ്രോയിലർ കോഴിയാണെന്നുണ്ടെങ്കിൽ 1 വിസിലിൽ കൂടുതൽ ഒരിക്കലും വെക്കരുത്. ഇപ്പോൾ 1 വിസിൽ വന്ന് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ പീസസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്യണം. എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി നമുക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മല്ലിയില ചേർത്തതിന് ശേഷം നമ്മളിത് വീണ്ടും മൂടി വെക്കണം. ഇതിപ്പോൾ നമ്മുടെ കറി റെഡിയാക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷമുള്ള കറിയാണിത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുക്കുന്നതിലും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ള ഒരു കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതേപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.